എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അമ്മയുടെ കൈ റെഡി ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പൂച്ചൂരിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ അട്ടപ്പാടി എന്ന് പറയുന്നത് തന്നെ കേരള തമിഴ്നാട് ബോർഡറിലുള്ളൊരു താലൂക്കാണ്. അപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ഭാഗങ്ങളിലേക്കൊന്നും മഴയേ ഇല്ലയെന്ന് തോന്നും. നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാലാവസ്ഥയൊക്കെ ഭയങ്കര വ്യത്യാസമുള്ളൊരു കാലാവസ്ഥയാണ്. നമ്മളിപ്പോൾ ആനക്കട്ടി കഴിഞ്ഞ് നേരെ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറേ പോകാനുണ്ട്. കണവായി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞിട്ട് വേണം നമുക്ക് പൂച്ചൂരിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടെ ശിങ്കിരിപ്പാളയം വൈദ്യർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളുടെ അടുത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അമ്മയുടെ കൈ ഇപ്പോൾ കെട്ടിവെച്ചിട്ട് 10-15 ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി പോകുമ്പോഴത്തേക്കും അറിയത്തുള്ളൂ ഇനി വീണ്ടും ഇങ്ങനെ തന്നെ കെട്ടുമോ അതോ കൈയൊക്കെ റെഡിയായി പഴയതുപോലെ ആയോ എന്ന് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അഴിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കുഞ്ഞാവേനെ അംഗൻവാടിയിൽ നിന്ന് എടുത്തിട്ട് നേരെ പോവുകയാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അവനെ. നമ്മളിപ്പോൾ കണവായി എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നേരെ നമ്മൾ പൂച്ചൂരിലേക്കാണ് പോകുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കുണ്ട് കേട്ടോ റോട്ടിലൊക്കെ. ഈ സ്കൂളിൽ നിന്ന് വരുന്നവർ, അതേപോലെ ജോലി കഴിഞ്ഞ് പോകുന്നവർ, അങ്ങനെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് നേരെ പോവുകയാണ്. ആദ്യം വഴിയൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഇത് നമ്മൾ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറും കൊണ്ട് തന്നെ നമ്മളവിടെ എത്തി. നമ്മൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ ഈ കാലൊടിഞ്ഞവരും കൈയൊടിഞ്ഞവരും അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളോട് കാല് കുത്തരുത് അല്ലെങ്കിൽ കൈയൊന്നും തൂക്കിയിടരുത് എന്നൊക്കെയാണ് പറയുക. ഇവിടെ എല്ലാവരോടും പറയണത് കാല് കുത്തി നിലത്ത് കുത്തി നടന്നു പോകണം, അതുപോലെ കൈയൊക്കെ തൂക്കിയിടണം. അങ്ങനെയാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് തന്നെ. ഹോസ്പിറ്റലിൽ പറയുന്നത് പോലെ അനങ്ങാതെ വെക്കരുത് എന്നുള്ള ലെവലാണ് ഇവരുടെ. എപ്പോഴും നമ്മുടെ കൈയും കാലൊക്കെ അനങ്ങണം, എങ്കിലേ നീര് വെക്കാതെയൊക്കെ അത് പെട്ടെന്ന് തന്നെ ക്യൂർ ആവുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഈ ചേട്ടനോടൊക്കെ കാലൊക്കെ നിലത്ത് കുത്തിയിട്ടാണ് കേട്ടോ പോകാൻ പറഞ്ഞേ. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അമ്മേൻ്റെ അടുത്തേക്ക് ആളെത്തണത്. കൈയൊക്കെ അഴിച്ചു. വൈദ്യർ വരുമ്പോഴത്തേക്കും എല്ലാ ഭാഗങ്ങളും അഴിച്ച് റെഡിയാക്കി വെച്ചാലേ അപ്പോഴത്തേക്ക് ഇപ്പോൾ തിരക്കും കൂടെ ഉള്ളത് കാരണം പെട്ടെന്ന് തന്നെ നോക്കാൻ പറ്റുള്ളൂ. അമ്മേനോട് കൈ അഴിച്ചു കഴിഞ്ഞിട്ട് മുഷ്ടി ചുരുട്ടാൻ പറഞ്ഞപ്പം പറ്റുന്നില്ലായിരുന്നു, കൈപ്പത്തിയിലൊക്കെ നീരായത് കാരണം. അപ്പോൾ വീണ്ടും അതിനകത്ത് വെച്ചിരിക്കുന്ന തടി കഷ്ണത്തിൻ്റെയൊക്കെ അളവുകൾ കുറച്ച് 4 അല്ലെങ്കിൽ 5, 6 എണ്ണമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 3 എണ്ണം ആക്കിയിട്ട് കൈ ഒന്നുകൂടെ ചുറ്റിക്കെട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഇനി എല്ലാ ദിവസവും 10-15 ദിവസം കഴിയുന്നത് വരെ ഇനി എല്ലാ ദിവസവും ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് 10-15 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ അട്ടപ്പാടിയിൽ എത്തിയപ്പോഴത്തേക്കും സമയം 6 മണിയൊക്കെ കഴിഞ്ഞു. മഴയും പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. താങ്ക് യു.